അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനമനസ്സുകളിൽ ശാസ്ത്രാവബോധത്തിന്റെ സന്ദേശവുമായി വാസ്തവം ഇവിടെ തുടങ്ങുന്നു. ദിവ്യാത്ഭുതങ്ങൾ അസാധ്യമാണെന്നും ദിവ്യത്വം അവകാശപ്പെടുന്നവർ തനി തട്ടിപ്പ് വീരന്മാരാണെന്നും അനാവരണം ചെയ്യപ്പെടുന്ന പുതുമയാർന്ന ഒരു പരിപാടിയാണ് വാസ്തവം. വാർത്തയും ദൃശ്യവും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുമ്പോൾ സത്യാസത്യങ്ങളുടെ ബോധനിലവാരം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയുടെ ആവിഷ്കാര മണ്ഡലത്തിൽ കാഹളമായി താക്കീതായി വാസ്തവം ഒരു പെട്രോളിയം കഥയുമായി ഇതാ അതിൻ്റെ ജാലകം ഇപ്പോൾ തുറക്കുന്നു. ഏത് അതിശയ വർത്തമാനം കേട്ടാലും അതിനെ വിശ്വസിക്കുക എന്നുള്ളത് സാധാരണക്കാരുടെ ഒരു സ്വഭാവമാണ്. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിലെ രാമർ എന്ന വിദ്വാൻ പച്ചിലയും പച്ചവെള്ളവും ചേർത്ത് പെട്രോൾ ഉണ്ടാക്കിയതായിട്ട് ഒരു വാർത്ത വന്നു. അത് ഇന്ത്യയിലെ ജനങ്ങൾ ആകമാനം വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ സാധിക്കുമോ? തീർച്ചയായിട്ടും പച്ചിലയും പച്ചവെള്ളവും ചേർത്ത് പെട്രോൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം പെട്രോൾ എന്നുള്ളത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ അകപ്പെട്ടു പോയ ജൈവ പദാർത്ഥങ്ങളുടെ അവശിഷ്ടമാണ്. അതിനെ നമ്മൾ കുഴിച്ചെടുത്ത് ഒരുപാട് പ്രോസസ്സിന് വിധേയമാക്കി ഇന്നു കാണുന്ന രീതിയിൽ നമുക്ക് പെട്രോൾ കിട്ടുന്നു. അതുകൊണ്ടാണ് നാം അമിതമായ വില നൽകേണ്ടി വരുന്നത്. അങ്ങനെയുള്ള പെട്രോളിനെ നിസ്സാരമായ പച്ചവെള്ളവും പച്ചിലയും ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്ന അവകാശവാദം വളരെ തെറ്റാണ്. എങ്കിൽ തന്നെയും ശാസ്ത്രാവബോധമില്ലാത്ത ചിന്താശീലരല്ലാത്ത ഒരുപിടി ആളുകളെങ്കിലും അതിൽ വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നാം കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. എന്താണ് രാമർ യഥാർത്ഥത്തിൽ ചെയ്തത്? നമുക്കൊരു പരീക്ഷണത്തിലൂടെ മുന്നോട്ട് നീങ്ങാം. എൻ്റെ കയ്യിൽ ഒരു ഒഴിഞ്ഞ പാത്രമുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. കാരണം രാമർ വെള്ളവും പച്ചിലയും ചേർത്താണല്ലോ പെട്രോൾ ഉണ്ടാക്കിയത്. അജയൻ അല്പം വെള്ളം തരിക. ദാ അജയൻ വെള്ളം കുടിക്കുന്നു. ഇത് വെള്ളമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്ത് അജയൻ ഈ വെള്ളം കുടിച്ചത്. ഈ വെള്ളം അല്പം ഞാൻ ഈ പാത്രത്തിലേക്ക് പകരുകയാണ്. എന്നിട്ട് ഞാൻ രാമർ ചെയ്തതുപോലെ ഒരല്പം ഇല ഞാൻ ഈ പാത്രത്തിൽ നിക്ഷേപിക്കുകയും എന്നിട്ട് ഞാനൊരു മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്നാൽ മതം ഏതായിട്ടും മനുഷ്യൻ നന്നാകുന്നില്ല. അത് വേറൊരു കാര്യം. എന്തായാലും ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ പച്ചിലയും പച്ചവെള്ളവും പെട്രോളായി മാറുമോ എന്ന് നമുക്ക് പരീക്ഷിക്കാം. ഞാനൊന്നുകൂടെ ചൊല്ലട്ടെ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. യെസ്, ഇത് ഞാനൊരു പഞ്ഞിയിലേക്ക് ഒഴിക്കുകയാണ്. ഇത് പെട്രോൾ ആണെങ്കിൽ ഈ പഞ്ഞി തീർച്ചയായിട്ടും കത്തണം. യെസ്, ദാ ഇത് കത്തിയിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. ദാ ഈ പാത്രത്തിലും പെട്രോൾ മുഖാന്തിരം തീ ആളിക്കത്തുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പച്ചിലയും പച്ചവെള്ളവും ചേർത്ത് ഇവിടെ ഞങ്ങൾ പെട്രോൾ ഉണ്ടാക്കുകയായിരുന്നില്ല. മറിച്ച് ഇതൊരു മാജിക് പാത്രമാണ്. ഈ മാജിക് പാത്രത്തിൻ്റെ സൂത്രവിദ്യയിലൂടെ പെട്രോൾ ഒളിപ്പിച്ചു വെച്ച് ഞങ്ങൾ ഈ പെട്രോളിനെ ഇതിൽ പാത്രത്തിൽ ശൂന്യമായിരുന്നു എന്ന് നിങ്ങളോട് കാണിച്ചുവെങ്കിലും ഇത് ശൂന്യമല്ല. ഇതിൽ ഞങ്ങൾ പെട്രോൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ പെട്രോളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെയുള്ള അതിശയങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ വിശകലനത്തിൽ കൂടിയേ നമുക്ക് ഇമാതിരി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ രാമർ അവകാശവാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ ഡൽഹിയിലെ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അവിടെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് ഈ പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞു. ഏതു വിഷയമായാലും ശാസ്ത്രത്തിന് ഒരു പ്രത്യേക വഴിയുണ്ട്. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ശാസ്ത്രം അത് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് രാമറെ ഡൽഹിയിലെ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തെ പരീക്ഷണം ആവർത്തിക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു പാത്രവും അതേൽ ഇട്ടിളക്കാനായിട്ട് ഒരു ദണ്ണും കൊണ്ടുവന്നു. പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിൽ പച്ചിലയിട്ട് വെള്ളം തിളപ്പിച്ച് ദണ്ണ് കൊണ്ട് ഇളക്കി പെട്രോൾ ഉണ്ടാക്കുന്നതായിരുന്നു രാമറുടെ വിദ്യ. എന്നാൽ ഈ എല്ലാ ഉപകരണങ്ങളുടെയും തൂക്കം ശാസ്ത്രജ്ഞന്മാർ എടുത്തിരുന്നു. അവസാനം തൂക്കി നോക്കിയപ്പോൾ ദണ്ണിൻ്റെ തൂക്കം കുറവ്. എന്താണ് സംഭവിച്ചതെന്നറിയണ്ടേ? ദണ്ണിനകത്ത് പെട്രോൾ ഒളിപ്പിച്ചു വച്ച് ഇരുഭാഗത്തും മെഴുകുകൊണ്ടടച്ച് ചൂടുള്ള വെള്ളത്തിൽ ഈ ദണ്ണിട്ടിളക്കുമ്പോൾ മെഴുകു ഉരുകി പെട്രോൾ വെള്ളത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അതിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ എത്തിയ നിഗമനം യഥാർത്ഥത്തിൽ പെട്രോൾ പച്ചിലയും പച്ചവെള്ളവും ചേർത്ത് നിർമ്മിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, ഏതു വർത്തമാനം കേട്ടാലും ഏത് അതിശയം കേട്ടാലും അത് നിങ്ങൾ അപ്പടിക്ക് വിശ്വസിക്കാതെ അതിനെ ശക്തമായി ചിന്തിക്കുക. അതിൽ ശരിയുണ്ടോ, എന്താണ്, എപ്പോഴാണ് സംഭവിച്ച്, എങ്ങനെ സംഭവിച്ചു എന്നുള്ള ശാസ്ത്രാവബോധത്തിൻ്റെ രീതി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ മനുഷ്യനായി മാറുന്നുള്ളൂ. കാരണം ശാസ്ത്രത്തിൻ്റെ രീതി എന്നുള്ളത് ഏതിനെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാമറിൻ്റെ ഈ വിദ്യ ഇവിടം വെച്ച് പൊളിഞ്ഞു തീർന്നു. എന്തിനാണ് രാമർ ഈ വിദ്യ പ്രയോഗിച്ചത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് പ്രശസ്തി ആവശ്യമായിരുന്നു. രണ്ട്, അതിലുപരി ഇതിനെ അദ്ദേഹം ഒരു ധനസമ്പാദന മാർഗമായി കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ശാസ്ത്രം അതിൻ്റെ വഴി സ്വീകരിച്ചപ്പോൾ ഈ രണ്ട് ഉദ്ദേശങ്ങളും രാമർക്ക് പൊളിക്കേണ്ടി വന്നു. കാരണം ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അശാസ്ത്രീയമായ ഒരു വിഷയത്തെ അവതരിപ്പിച്ച് പിടിച്ചു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. യഥാർത്ഥത്തിൽ രാമരെ പോലീസിലേക്ക് കൈമാറാതെ കാരുണ്യം നൽകി ശാസ്ത്രജ്ഞന്മാർ വിട്ടയക്കുകയായിരുന്നു. കാരണം ശാസ്ത്രത്തിൻ്റെ രീതി കരുണയും കൂടിയാണ്. Slip-ons, lighter than you imagine, from VKC. പാദമേതായാലും പാദകം അത് ക്യൂബിക്സ് തന്നെ. Cubics PU Footwear. VKC, my confidence. VKC Pride. My Odysseia, the next footwear. മാഡം, പോളിഷ് ചെയ്യാ. പോളിഷ് വേണ്ട മോനെ, ഇതേ ക്യൂബിക്സാ. പാദമേതായാലും പാദകം അത് ക്യൂബിക്സ് തന്നെ. Cubics PU Footwear, a quality product from Eurostar. Jogger, natural comfort from Mr.